യയാ ത്വയാ ജഗത് സൃഷ്ടാ ജഗത്പാദാത്തിയോ ജഗത് സോബി നിദ്രാവശം നീതാം കസ്ത്വാം സ്തോതുമിഹേശ്വരാം. യയാ ത്വയാ ജഗത് സൃഷ്ടാ ജഗത് പാദാത്തി യോ ജഗത് സോബി നിദ്രാവശം നീത കസ്ത്വാം സ്തോതും ഇഹേശ്വരാം. ജഗൽ സൃഷ്ട ജഗത്തിൻ്റെ സൃഷ്ടാവായി, ജഗത് പാദ ജഗത്തിനെ പാലിക്കുന്നവനായി, ഏതൊരുവൻ ജഗത്ത് ജഗത്തിനെ അത്തി പറഞ്ഞാൽ ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ സംഹരിക്കുന്നു, സാ അഭി അവനും ആ മഹാവിഷ്ണുവും, യയാ ത്വയ നിന്നാൽ നിദ്രാവശം നീത നിദ്രാധീനതയിലേക്ക് നയിക്കപ്പെട്ടു, ത്വാം അങ്ങനെയുള്ള നിന്നെ സ്തോതും സ്തുതിക്കുന്നതിന്, ഇഹ കാ ഈശ്വര ഇവിടെ ആരാണ് ഈശ്വരനാകുന്നത്? ജഗത്തിനെ സൃഷ്ടിക്കുകയും പാലിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ മഹാവിഷ്ണുവിനെയും നീ നിദ്രാധീനനാക്കിയിരിക്കുന്നു. അപ്രകാരമുള്ള നിന്നെ സ്തുതിക്കുന്നതിന് സമർത്ഥനായി ആരാണുള്ളത്? അചിന്യമഹിമാവായ നീ വിഷ്ണുവിനെ പോലും നിദ്രാധീനനാക്കുന്നു. നിന്റെ മഹിമ ഊഹിക്കാൻ പോലും എനിക്ക് കഴിവില്ല, പിന്നെ എങ്ങനെ സ്തുതിക്കാനാണ് എന്ന് ബ്രഹ്മാവ് തൻ്റെ കഴിവുകേടിവിടെ സമ്മതിക്കുന്നു. വിഷ്ണു ശരീരഗ്രഹണം അഹമീശാനയേവ ച കാരിദാസ്തേ യദോദത്വാം കസ്തോതും ശക്തിമാൻ ഭവേത്. വിഷ്ണു ശരീരഗ്രഹണം അഹമീശാനയേവ ച കാരിദാസ്തേ യദോദത്വാം കസ്തോതും ശക്തിമാൻ ഭവേത്. വിഷ്ണു അഹം ഈശാന ഏവ ച വിഷ്ണുവും ഞാനും, അതായത് ബ്രഹ്മാവും, ഈശാനനും തേ നിന്നാൽ ശരീരഗ്രഹണം കാരിത ശരീരം ഗ്രഹിച്ചവരായി ചെയ്യപ്പെട്ടു, യഥാ അതാത് നിമിത്തം കാം സ്തോതും നിന്നെ സ്തുതിക്കുന്നതിന് കശക്തിമാൻ ഭവേത് ആര് ശക്തിയുള്ളവനായി ഭവിക്കുന്നു. വിഷ്ണുവും ഞാനും രുദ്രനും നിന്നാൽ ശരീരഗ്രഹണം ചെയ്തവരായി, അങ്ങനെയുള്ള നിന്നെ സ്തുതിക്കുന്നതിന് ആര് ശക്തനാകും? ആർക്കും ശക്തിയില്ല എന്നാണ് അർത്ഥം. വിഷ്ണുവും ഞാനും ഈശാനും ശരീരം ഗ്രഹിച്ചത് നീ കാരണമാണ് എന്ന് പറയുന്നത് ആരാണ്? ജഗത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനാണ്. സ്തോത്രം കൊണ്ട് സ്തുതിക്കപ്പെടേണ്ട ശക്തിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ദേഹം ഗ്രഹിച്ച ദേഹിയായി തീർന്നവർക്ക് കഴിയുകയില്ല. ശരീരഗ്രഹണം ഉണ്ടായില്ലെങ്കിൽ ദേഹിക്ക് പ്രത്യേകിച്ച് നിലനിൽപ്പുമില്ല. സ്തുതിക്കപ്പെടുന്ന ശക്തിയിൽ നിന്ന് വേറെയായി സ്തുതിക്കുന്ന വ്യക്തി ഇല്ലെങ്കിൽ സ്തുതിയുമില്ല. ശരീരം ഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ദേവിയെ സ്തുതിക്കാൻ ശക്തിയുള്ള ആരും ഇല്ല എന്നാണ് ഇതിനർത്ഥം. സാ ത്വമിത്തം പ്രഭാവൈർ സ്വൈരുദാരേർദേവി സംസ്തുതാം മോഹയിതോ ദുരാദർശാം അസുരോ മധുകൈടഭോ. സാ ത്വമിത്തം പ്രഭാവൈർ സ്വൈർ ഉദാരൈർ ദേവി സംസ്തുത മോഹയെയ്തോ ദുരാധർഷാം അസുരോ മധുകൈടഭോ. ദേവി അല്ലയോ ദേവി, സാത്വം ആ നീ അപ്രകാരമുള്ള നീ, ഇത്തം ഇപ്രകാരം, സ്വൈർ ഉദാരേർ പ്രഭാവേ സ്വന്തം ഉത്കൃഷ്ടങ്ങളായ പ്രഭാവങ്ങളാൽ സംസ്തുത സ്തുതിക്കപ്പെട്ടവളായി, ഏതൗ ദുരാധർഷോ ഈ ദുരാധർഷന്മാരായ മധുകൈടഭോ അസുരോ മധുകൈടഭന്മാരെന്ന അസുരന്മാരെ മോഹയ മോഹിപ്പിക്കുക. അല്ലയോ ദേവി, ഉത്കൃഷ്ടങ്ങളായ പ്രഭാവങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവളായ നീ അതിപരാക്രമികളായ മധുകേടഭന്മാരെന്ന ഈ അസുരന്മാരെ മോഹിപ്പിച്ചരുളിയാലും. ഈ ആശയം തന്നെ സൗന്ദര്യലഹരിയിലെ 100-ാം ശ്ലോകത്തിൽ ശങ്കരാചാര്യർ ആവിഷ്കരിക്കുന്നുണ്ട്. പ്രബോധഞ്ച ജഗത് സ്വാമി നീയതാമച്യുതോ ലഘു ബോധഞ്ച ക്രിയതാമസ്യാം ഹന്തുമേദൗ മഹാസുരൗ. പ്രബോധഞ്ച ജഗത് സ്വാമി നീയതാം അച്യുതോ ലഘു ബോധഞ്ച ക്രിയതാമസ്യ ഹന്തുമേദൗ മഹാസുരു. ജഗത് സ്വാമി ജഗത്തിന് സ്വാമിയായ അച്യുതൻ, ലഘു വേഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ, പ്രബോധം ച നീയതാം പ്രബോധത്തിലേക്ക് നയിക്കപ്പെടട്ടെ, ഏതൗ മഹാസുരോ ഈ 2 മഹാസുരന്മാരെ ഹന്തും ഹനിക്കുന്നതിന്, അസ്യ ഈ മഹാവിഷ്ണുവിന്, ബോധം ച ക്രിയതാം ബോധവും ചെയ്യപ്പെടട്ടെ. നിന്റെ പ്രസാദത്താൽ ജഗന്നാഥനായ അച്യുതൻ വേഗത്തിൽ ഉണരട്ടെ. ഈ മഹാസുരന്മാരെ വധിക്കുന്നതിനുള്ള ബുദ്ധി ഉന്മേഷവും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ജഗത് സ്വാമിയായ ഈശ്വരൻ്റെ ചൈതന്യം എല്ലാ ജീവികളിലുമുണ്ട്. ആ ചൈതന്യം പലപ്പോഴും മഹാമായയുടെ പ്രഭാവം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ സുപ്താവസ്ഥയിലായി പോകുന്നു. ഈശ്വര ചൈതന്യം ഉറങ്ങിപ്പോകുമ്പോൾ ആ ചൈതന്യത്തിൽ നിന്ന് തന്നെ താമസ ശക്തികൾ ഉണ്ടാകുന്നു. മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് സുപ്തമായ ഭഗവത് ചൈതന്യത്തെ ഉണർത്തണം. മധുകൈടഭന്മാർ വിഷ്ണുകർണമലത്തിൽ നിന്നുണ്ടായവരാണെന്നും അവർ ബ്രഹ്മാവിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്നും മുമ്പ് പറഞ്ഞത് ഓർക്കണം. ഈ സമയത്ത്
നമ്മിൽ ഉണ്ടായി നമ്മുടെ ശക്തിയെ തന്നെ വെല്ലുവിളിക്കുന്ന താമസശക്തികളും നമ്മിൽ നിന്ന് അന്യരല്ല. നിരന്തരമായി മധുകേടവന്മാരും മറ്റ് അസുരന്മാരും നമ്മിൽ ജനിച്ചു വളർന്നുകൊണ്ടേയിരിക്കുന്നു. മഹാമായ പ്രഭാവം കൊണ്ട് ഉള്ളിലുള്ള അച്യുത ശക്തി ഉറങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന എന്താണ്? ചരാചര ജനനിയെ ആശ്രയിക്കുക. ദേവി പ്രസാദം ഉണ്ടായാൽ ഉറങ്ങുന്ന വിഷ്ണു ഉണരും. അപ്പോൾ ഉള്ളിലുള്ള താമസശക്തികൾ നശിക്കും.